ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കോളിഫ്ലവർ കൊണ്ട് ഒരു മസാല ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മെഴുക്കുവരട്ടി എന്നൊക്കെ പറയാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പകുതി കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല തിളച്ച് ചൂടുവെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ മൂടി വെച്ചതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്കുള്ള ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 സവോളയാണ് അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ടിരിക്കുന്നത്. അതിലേക്ക് ഒരു 3-4 എരിവുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മഞ്ഞപ്പൊടിയുടെയൊക്കെ പച്ചച്ചവി ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. പകുതി വേവായ കോളിഫ്ലവറാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ എരിവുള്ള മുളകാണെങ്കിൽ ഒരു 5-6 ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവ് എത്രയാണോ ആവശ്യം അത്രയും അനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാനിനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഗരം മസാലപ്പൊടിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മളിതിലേക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇത് മൂടി വെച്ച് ആവിക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ വെക്കുമ്പോൾ നമ്മളിതിലേക്ക് കൈവെള്ളമാണ് തളിച്ച് കൊടുക്കുന്നത്. അല്ല വെള്ളം ഒത്തിരി ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ കോളിഫ്ലവർ വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് വെക്കരുത്. കൈവെള്ളം തളിച്ച് കൊടുത്ത് ആവിക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഒരു 10-15 മിനിറ്റോളം നമുക്ക് ചെറുതീയിൽ വെച്ച് ആവിയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വെള്ളമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം ഇത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.